ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഈയിടെ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. അത് ഇപ്പോഴാണ് പുറത്തു വന്നത്. അദ്ദേഹത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങളെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. അതിന് കാർലോ ആഞ്ചലോട്ടി മറുപടി നൽകുന്നുണ്ട്. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആലിസണിനെ അദ്ദേഹം ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കുന്നത് സെക്യൂരിറ്റി എന്നാണ്, അതായത് സുരക്ഷിതത്വം എന്നാണ് ഇപ്പോൾ ആലിസണിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്ത താരം ഗബ്രിയേൽ മഗല്ലസ് ആണ്. ഗബ്രിയേൽ മഗല്ലസിനെ സ്ട്രെങ്ത് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ കരുത്ത് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്ത താരം മാർക്കിഞ്ഞോസ് ആണ്. ഇന്റലിജൻസ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ നല്ല ബുദ്ധി വൈഭവമുള്ള ഒരു താരമായിക്കൊണ്ടാണ് മാർക്കിഞ്ഞോസിനെ ഇദ്ദേഹം പരിഗണിക്കുന്നത്. ഇനി അടുത്ത താരം വെസ്ലിയാണ്. എനർജി എന്നാണ് വെസ്ലിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. നല്ല ഊർജ്ജസ്വലനായ താരം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വിശേഷണം. അതിനുശേഷം അലക്സാൻഡ്രോ വരുന്നു. എക്സ്പീരിയൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, അതായത് നല്ല പരിചയ സമ്പത്തുള്ള ഒരു താരം. ഡാനിലോയെയും എക്സ്പീരിയൻസ് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്. രണ്ടുപേരും എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. അടുത്ത താരം കാസിമിറോയാണ്. കാസിമിറോയെ വിസ്ഡം എന്നാണ് ഇപ്പോൾ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ നല്ല വിവേകമുള്ള ഒരു താരമായി കൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ഇനി ബ്രൂണോ ഗിമറസിനെ വേഴ്സാറ്റിലിറ്റി എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ ബഹുമുഖ പ്രതിഭ. എല്ലാ തരത്തിലും ഉപയോഗപ്പെടുത്താൻ എല്ലാ കഴിവുകളും ഉള്ള ഒരു താരമായിക്കൊണ്ടാണ് ബ്രൂണോ ഗിമറസിനെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്ത താരം എൻട്രിക് ആണ്. എൻട്രിക്കിനെ പൊട്ടൻഷ്യൽ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ വലിയ ഒരു കഴിവുള്ള താരമായിക്കൊണ്ടാണ് എൻട്രിക്കിനെ ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിനുശേഷം ലുക്കാസ് പക്കേറ്റ് വരുന്നു. ക്വാളിറ്റി എന്നാണ് ലുക്കാസ് പക്കേറ്റയെ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള ഒരു താരമായിക്കൊണ്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. റാഫീഞ്ഞയ്ക്ക് എനർജി എന്ന വിശേഷണം നൽകുന്നു. നല്ല ഊർജ്ജസ്വലനായ താരം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നെയ്മറെ ടാലന്റ് എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്, അഥവാ നല്ല പ്രതിഭയുള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. ടാലന്റ് എന്ന ഒരു വിശേഷണമാണ് ഇപ്പോൾ ആഞ്ചലോട്ടി നെയ്മർക്ക് നൽകിയിട്ടുള്ളത്. അതിനുശേഷം മാത്യൂസ് കുഞ്ഞ വരുന്നു. അദ്ദേഹത്തിന് സെൽഫ്ലെസ്നെസ് എന്ന ഒരു പദപ്രയോഗമാണ് ആഞ്ചലോട്ടി നൽകിയിട്ടുള്ളത്, അഥവാ നിസ്വാർത്ഥത എന്നാണ് ഇതിന്റെ അർത്ഥം വരിക. സ്വാർത്ഥനല്ലാത്ത താരം, സെൽഫിഷ് അല്ലാത്ത താരം എന്ന ഒരു പദപ്രയോഗമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറെ ഹ്യൂമിലിറ്റി എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശേഷിപ്പിച്ചിട്ടുള്ളത്. നല്ല വിനയമുള്ള ഒരു താരമായിക്കൊണ്ടാണ് ആഞ്ചലോട്ടി വിനിയെ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇങ്ങനെയാണ് തന്റെ പ്രധാനപ്പെട്ട താരങ്ങളെ ഇപ്പോൾ ആഞ്ചലോട്ടി ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.